ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ പപ്പായയാണ് കേട്ടോ. നല്ല ടേസ്റ്റും നല്ല ഭംഗിയില്ലേ കാണാൻ. അതേപോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. തേൻ പോലുള്ള മധുരമാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പം നമുക്ക് പപ്പായയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് ആദ്യം ഗുണങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ പപ്പായ കഴിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ണിൻ്റെയൊക്കെ ആരോഗ്യത്തിന് ഇത് നല്ലതാണ് കേട്ടോ. ഇത് ദഹനത്തിനൊക്കെ സഹായിക്കുന്നു. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ചർമ്മത്തിൻ്റെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും. ഇതിൽ വൈറ്റമിൻ സി, ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ചർമ്മത്തിന് നല്ല തിളക്കമൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ശരീരഭാരമൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാൻ പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. പ്രമേഹമൊക്കെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും. പപ്പായയിൽ നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ പപ്പായയിൽ ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ക്യാൻസർ തടയാനായിട്ട് സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. വാതരോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. പപ്പായ ഇലയും അതുപോലെ തന്നെ കുരുവും എല്ലാം ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മൾ കഴിക്കുന്നത് സൂപ്പറാണ് കേട്ടോ. പച്ച പപ്പായ ആണെങ്കിൽ അതും ഇതുപോലെ തന്നെ കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്ത് വൈസ് ഒരുപാട് ഗുണങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനമൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് ഇത് നല്ലതാണ്. ആസ്മ പോലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് പപ്പായ സഹായിക്കും. എല്ലുകളെയൊക്കെ ശക്തിപ്പെടുത്താനും കാൽഷ്യം, വൈറ്റമിൻ സി തുടങ്ങിയതൊക്കെ ഈ പപ്പായയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പേശികൾക്കൊക്കെ ബലം നൽകാനായിട്ട് ഇവ സഹായിക്കും. രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ഇതിലെ പൊട്ടാസ്യം സഹായിക്കും. അതേപോലെ തന്നെ വേഗത്തിൽ മുറിവൊക്കെ ഉണക്കാനായിട്ട് ഈ പപ്പായയ്ക്ക് നല്ല കഴിവുണ്ട്. ഇതിൽ പപ്പൈൻ എന്ന് പറയുന്ന എൻസൈമാണ് ഇതിന് സഹായിക്കുന്നത്. ഇവയിൽ ധാരാളം തന്നെ ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഗുണങ്ങൾക്ക് പുറമെ ഈ പപ്പായയ്ക്ക് നിരവധി പാർശ്വഫലങ്ങളും ഉണ്ട്. കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കിയാലോ ഗൈസ്. അപ്പോൾ രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് കുറയ്ക്കാൻ പപ്പായ കാരണമാവും. അപ്പോൾ നാഡീവ്യവസ്ഥയെ ബാധിക്കാനും പപ്പായ ഇടയാവാൻ സാധ്യതയുണ്ട്. കാർപെയിൻ എന്ന രാസവസ്തുവാണ് ഇതിന് കാരണമാകുന്നത്. അതേപോലെ തന്നെ പപ്പായ കഴിക്കുന്നത് ചിലർക്ക് അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് പിന്നാലെ തന്നെ തിണർപ്പ്, അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. വയർ കത്തുന്ന പോലെ അനുഭവം പലർക്കും ഈ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. ഇതിൽ അമിതമായിട്ട് പപ്പൈൻ നമ്മുടെ ശരീരത്തിൽ പോകുമ്പോഴാണ് ഈ ഒരു അവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ കാലുകളിലും കൈപ്പത്തികളിലും ഒക്കെ മഞ്ഞ നിറം ഉണ്ടാവാനുള്ളൊരു കാരണം കൂടിയാണ് ഈ ഒരു പപ്പായ കഴിക്കുന്നത്. അപ്പോൾ ഇത് അമിതമായി കഴിക്കുന്നത് വഴി ശ്വാസതടസ്സം, ശ്വാസം മുട്ടൽ, അത് വിട്ടുമാറാത്ത മൂക്കൊലിപ്പ്, പനി എന്നിവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗുണവും ദോഷവും മനസ്സിലായല്ലോ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ബൈ.